എന്ത് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല, നമ്മളിത് കയറ്റും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാസിൽ എമിഗോസ് ഷോ. ഒറിജിനലിനെ വെല്ലുന്ന ഒരു കുഞ്ഞൻ ജീപ്പ്. ഇന്ന് ആ ജീപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അവിടെയാണ് നമ്മുടെ കുഞ്ഞൻ ജീപ്പ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇതൊരു 6 വയസ്സായ കുട്ടികൾ മുതൽ അങ്ങോട്ട് എത്ര വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഒരു അത്ഭുതം തന്നെ പറയാം, ഒരു അടിപൊളി ജീപ്പ്. അപ്പോൾ ഈ ജീപ്പ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ സക്കീർ ഭായ് ആണ്. ആക്ച്വലി എൻ്റെ ഒരു ബ്രദറും കൂടിയാണ് ആള്. അപ്പോൾ ഇതാണ് നമ്മുടെ സക്കീർ ഭായ്. സക്കീർ ഭായ്, വെൽക്കം ടു അവർ ഷോ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വലിയ ജീപ്പിനെ വെല്ലും, അതിനെ കൊണ്ടുവെക്കും. മനസ്സിലാവില്ല, ഈ ജീപ്പ് മാത്രം പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. 2 ജീപ്പ് ഒരുമിച്ച് വരുമ്പോഴാണ് വലിപ്പ വ്യത്യാസം അറിയുള്ളൂ. അത്രയും പക്കായിട്ടുണ്ട്. ഒരു ടിയാഗോ കാറും ജീപ്പും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത്. രണ്ടും തമ്മിൽ നോക്കി അറിയാൻ നിങ്ങൾക്ക് ആ ജീപ്പിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 1 മീറ്റർ അധികം ഉണ്ട് കാറ്. ഹൈറ്റ് ഇതിലേറെ ഒരു അടി ഹൈറ്റ്. സെക്യൂരിറ്റി എങ്ങനെ തോന്നി ഇപ്പോൾ ഈ ജീപ്പ് ക്രിയേറ്റ് ചെയ്യാന്ന്? നമ്മൾ പണ്ടേ മഹീന്ദ്രൻ്റെ ഒരു കമ്പാ. അതെ, മഹീന്ദ്ര ജീപ്പ്. ചെറിയ ടോയ് ജീപ്പ് ഗൾഫിൽ വെച്ച് കണ്ട്, ഖത്തറിൽ. അതെ, അതിപ്പോൾ എത്ര വർഷം മുമ്പ്? അതൊരു 16 വർഷമോ 16 വർഷം മോൻ അതിന്റെ ഫോട്ടോ വിട്ടെടുത്ത് പോകാൻ അത് വാങ്ങിച്ചു വരാന്. പക്ഷെ വാങ്ങിച്ചു വരാൻ അതേപോലത്തെ ഒരു ടോയ് ചെറുതാണ്, 2 ആൾക്കും ഫ്രണ്ട് ഇരിക്കുക. അത് ബൈക്കിന്റെ എഞ്ചിൻ വെച്ചിട്ടുണ്ട്. ജീപ്പിന്റെ അതേ ലുക്കിൽ ഒന്നൊരു കുറവും വരുത്താതെ അങ്ങനത്തെ ഒരു എഞ്ചിൻ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി വെക്കണം ഒരാഗ്രഹം വന്നു. 16 വർഷം മുൻപ് ആഗ്രഹം. അതെ അതെ അതെ. പിന്നെ എപ്പോഴാണ് നമ്മൾ ഇത് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു 9 വർഷം പോലും ആയി മറ്റേ വണ്ടി ഉണ്ടാക്കിയിട്ട്. ഇതിന് മുൻപത്തെ വണ്ടി, ഇതിന് മുമ്പൊരു ജീപ്പ് ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കട്ടെ വീഡിയോയിൽ. ഞാനൊരു സംഗതി എന്ത് ചെയ്യുമ്പോൾ ഒരു 10 തവണ കഴിച്ചിട്ട് വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടും അങ്ങനെ ഒരുപാട് സെലക്ട് ചെയ്തിട്ടാണ് ഓരോ സംഗതികളൊക്കെ വെക്കുന്നത് ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഭയങ്കര പെർഫെക്ഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞേ, എടുത്ത് പറയേണ്ടതാണ് ആ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം പക്കായുണ്ട്. അല്ല, ഒന്നും ഒപ്പിക്കൽസ് ഇല്ലേ, നമുക്ക് എല്ലാം ഇതിന് അത്യാവശ്യം എല്ലാ സംഗതി വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ ജീപ്പിൽ വരുന്ന അതേ സംഗതികളാണ് ക്രിയേറ്റ് വെച്ചിട്ടുള്ളത്. ഡെമ്മി മെഷീൻ ഇനിയിപ്പോൾ അത് വേണ്ട, വർക്കിംഗ് കണ്ടീഷൻ വർക്കിംഗ് കണ്ടീഷൻ ആണ് അല്ലേ. മിറർ ഫുൾ ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ 6 വയസ്സായ കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാന്ന് പറയുന്നു. അപ്പോൾ 6 വയസ്സായ കുട്ടികൾക്ക് മുതൽ 12 6 വയസ്സായ കുട്ടികൾ മുതൽ എത്ര വലിയ ആളുകൾക്ക് 6 വയസ്സുവരെ ഓടിക്കാനുള്ള കാരണം ബ്രേക്കിന് ഓവർ ടൈറ്റ് ചെയ്യേണ്ട, പ്രഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രേക്കാണ് സ്മൂത്ത് ആണ്. സ്റ്റാറിങ് ഇതവിടെ എന്താണ് ഇവിടെ നിർത്തിയിട്ട വണ്ടിയാണ്. സ്റ്റാറിങ് ഓടിയിട്ടുണ്ടോ, ഇത്രയും സ്മൂത്താണ് കേട്ടോ. നോക്കിയേ, ഒരു വണ്ടി ഇങ്ങനെ സ്റ്റയറിങ് ഭയങ്കര സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സ്മൂത്ത്. എന്നാലും അവർക്ക് ഓടിക്കാൻ കഴിയുള്ളൂ. വേറെ ക്ലച്ച് നല്ല സ്മൂത്ത് ആണ്, നമ്മുടെ നോർമൽ വണ്ടി പോലെയല്ല. ക്ലച്ച് കേട്ടോ, ഓവർ ഇത് കൊടുക്കണ്ടോ, ഒറ്റ വിരല്. അതുപോലെ ക്ലച്ച് കണ്ടോ, വളരെ സ്മൂത്ത് ആണ്. ബ്രേക്ക് ഇത് അത്ര പ്രസ് ചെയ്താൽ ബ്രേക്കായി. പിന്നെ ആക്സിഡന്റ് ഇതേപോലെ ഉണ്ടോ, ഒരു വിരലോട് അമർത്താനുള്ളൊരു ശക്തി കൊടുത്താൽ. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾക്കും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് കേട്ടോ. അതെ അതെ. ഇതിലിപ്പോ നമ്മളെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മെറ്റീരിയൽസ് ഇതിന് വേണ്ടിയിട്ട്? ഇത് ഫുള്ള് നല്ല ഹെവി ഷീറ്റാണ്, 16 ഗേജിന്റെ. 16 ഗേജിന്റെ ഷീറ്റ്. ഇതിനൊക്കെ 20-22 ഗേജൊക്കെ മതി. 16 ഗേജ് ഒന്നുകൂടി ദമ്മ് കൂടും, ഒന്നുകൂടി സ്ട്രോങ് കിട്ടാൻ വേണ്ടി. ജീപ്പിനൊക്കെ ഇറക്കണേ അതേ ലെവലിൽ തന്നെ. മറുകാടൊക്കെ ഉണ്ടോ, ഒരാൾ ഇരുന്നാലും ഒന്നും ആവില്ല, ഇരുന്നാലും ഒന്നും ആവില്ല. ദമ്മാണ്, കാര്യങ്ങളൊന്നും ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ നോക്കിയേ, ഇതിന്റെ ഓരോ ഭാഗ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. KL10 ടോയ്സ് 1 ഡിസ്ക് ബ്രേക്ക്, ഷോക്ക് എല്ലാം ഉണ്ട്. ഡിസ്ക് ബ്രേക്ക് കൊടുത്ത് നോക്കിയേ. പിന്നെ ഈ ഷോക്കപ്പ് ഒക്കെ ഏതിൻ്റെ സെക്യൂർക്കാ? ഷോക്ക് അൾട്ടോന്റെ ഷോക്കപ്പ് അല്ലേ. അതുപോലെ ഈ ഡിസ്കോ പൾസറിന്റെ ഡിസ്ക് അല്ലേ.
ഓക്കെ, ഇതൊക്കെ പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്താണല്ലോ. പിന്നെ ഇതിൽ വരുന്ന എഞ്ചിനാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. എഞ്ചിൻ നമ്മൾ ഏതാ യൂസ് ചെയ്തിട്ടുള്ളത്? യമഹ R15 അല്ലേ? യമഹ R15 അല്ലേ? ഇത് നോക്കിയേ, എഞ്ചിൻ റൂം നോക്കിയേ. നമ്മൾ പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അതേ ഫീലുള്ള എഞ്ചിൻ റൂമാണ്. റേഡിയേറ്റർ A to Z കാര്യങ്ങൾ അതേപോലെ തന്നെ പക്കാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയേ, നമ്മുടെ ബൈക്കിൻ്റെതായതുകൊണ്ട് തന്നെ ബൈക്കിൻ്റെ ടാങ്ക് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ? R15 ടാങ്ക് തന്നെ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സാധനം പക്കായുണ്ട്. നിങ്ങൾ കണ്ടില്ല, എല്ലാം ഒന്നും ഇല്ലാത്തതില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാഴ്ചക്ക് വെച്ചിട്ടുള്ളതാണോ അത് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണോ? അതെല്ലാം വർക്ക് ചെയ്യും. ഇത് ഹെഡ്ലൈറ്റ് ഇട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. ഹെഡ്ലൈറ്റ് ഒക്കെ വർക്കിംഗ് ആണ്. ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണ്, പാർക്ക് ലൈറ്റ് വർക്കിംഗ് ആണ്, ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വർക്കിംഗ് അല്ലേ? എന്താ ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ വർക്കിംഗ് ആണ് കേട്ടോ. അതായത് ചെയ്തു വെച്ച പണി പക്കയാണ്. കുട്ടികളെ വലിച്ചുകൊണ്ടാണ് നോക്കിയ, അപ്പൊ വലിയ ആളുകളെ വലിച്ചുകൊണ്ടാണ് അതിന് പെർഫോമൻസ് ലെവൽ നോക്കണല്ലോ. അപ്പൊ 4 ആൾക്ക് സുഖമായിട്ട് ഇരുന്ന് പോവാം. 4 ആൾക്ക് സുഖമായി ഇരുന്ന് പോവാം. വലിയ ആളുകൾക്ക് കുട്ടികളെ 10-15 കുട്ടികളെ കുത്തി നിറച്ചാൽ പോകും. ഇന്റീരിയർ ഒന്നും പറയാനില്ല. ഓരോ ഭാഗ്യം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫെക്ഷൻ, പക്ക പെർഫെക്ഷനിൽ ഓരോ ഭാഗം ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണോ ഒരു ജീപ്പിന് ആവശ്യം അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട് അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഗിയർ, അതുപോലെ ഇത് എന്ത് ഗിയർ അതിന് പറയാ? പ്രാന്തൻ ഗിയറോ? കുന്നും മലയും കയറല്ല. എനിക്ക് ടെക്നിക്കലി ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പറയുന്നത്. മീറ്റർ ഒക്കെ വർക്കിംഗ് ആണ് കേട്ടോ. ഫ്യൂവൽ വർക്കിംഗ് ആണ്. ഇത് ചാവി ഓൺ ചെയ്യാം. സെൻസർ ബട്ടൺ ഓൺ ആക്കുക. സെൻസർ ബട്ടൺ ഓൺ ചെയ്യുക. പിന്നെ ലൈറ്റോ കാര്യങ്ങളോ ഓൺ ഒക്കെ വേണമെങ്കിൽ ഇതിന്റെ മെയിൻ അത് മീറ്റർ വർക്കിംഗ് ആയി അല്ലേ? ഓക്കെ, ഇങ്ങോട്ട് സെൽഫ് അടിച്ചാൽ കിട്ടും. ന്യൂട്രൽ അടിച്ചു കഴിഞ്ഞാൽ ന്യൂട്രലിട്ട് സെൽഫ് അടിച്ചാൽ കിട്ടും. നമ്മൾ നോർമൽ ഒറ്റയടി കൂടുതൽ ടൈം പിടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ ഈ ബട്ടൺ നിൽക്കുക. ഓഫ് ബട്ടൺ അവിടെ. ഇത് അതേപോലെ സെറ്റോ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഒരു ഓൺ ചെയ്യാൻ ഒരു മെയിൻ എക്സ്ട്രാ സ്വിച്ച് കൊടുത്തോന്നിനറിയാം. കുട്ടികൾ എടുത്തിട്ട് തിരിക്കും. അപ്പൊ അതില്ലാതെക്കാൻ വേണ്ടി എല്ലാത്തിനും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇത് പിന്നെ നമ്മളെ സ്റ്റോറേജ് അല്ലേ? അതെ, ഇതിന് സ്റ്റോറേജ് 1, 2 സ്റ്റോറേജ്. ഇനി അതുപോലെ സീറ്റ് മൂന്നാമത്തെ സ്റ്റോറേജ് അവിടെ. അതിന് താഴെ ഉണ്ട് അല്ലേ? സീറ്റ് അടിയിലുണ്ട്. മൂന്നാമത്തെ സീറ്റിന്റെ അടിയിലേക്ക് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് അല്ലേ? അതേപോലെ ഇത് ഏത് കുട്ടികൾക്കുണ്ടല്ലോ നീക്കാൻ എത്ര സ്മൂത്ത് ആണല്ലോ. ചെറിയ വിരലിട്ട് പിടിച്ചാൽ കേട്ടോ ചെറുതായിട്ട് വളരെ സ്മൂത്ത് ആണല്ലേ? മൂവ് ചെയ്യുന്നതൊക്കെ സിമ്പിൾ ആയിട്ടാണ്. ശരിയാണ്. ഇവർക്ക് ആഗ്രഹിച്ചതെന്നാന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ഒറിജിനൽ ജീപ്പ് അത്രയും പെർഫെക്ഷൻ വേണമെന്നുള്ളത് അല്ലേ? കണ്ടോ പിടിക്കാനുള്ളതും കാര്യങ്ങളും. ബാക്കിൽ ഇതാ ഇപ്പൊ നമ്മുടെ നിച്ചുമാണ് ഇരിക്കുന്നത്. ബാക്കിൽ കുറച്ച് ആൾക്കാരുടെ ചോദ്യമാണ്, ഇത്ര ചെറിയൊരു വണ്ടിക്ക് ഇങ്ങനെ വുഡ് അടിച്ച് കഴിഞ്ഞാൽ ഇരിക്കാൻ കഴിയുക, ചൂടെടുത്തിട്ട് ആകാതെ അതൊന്നുമില്ല. അത് വുഡ് അടിക്കുന്നതിനുള്ള നല്ല തെർമോകോൾ വെച്ചിട്ട് വുഡ് അടിച്ചത്. അപ്പൊ ചൂട് ഇറങ്ങില്ല, പരിപാടി ഇല്ല. പിന്നെ അതേപോലെ സൈഡ് ഓപ്പൺ ചെയ്യാം. പിന്നെ ഇവിടെ ചൂടെടുക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ മടക്കി വെച്ചാല് നല്ല എയർ അപ്പുറവും ഇപ്പുറവും ഉണ്ടോ. അതിന്റെ എയർ സർക്കുലേഷൻ കറക്റ്റ് ആവും അല്ലേ? വെന്റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തിയിൽ വെക്കാം. അത് ആ സൈഡിലും ഉണ്ട് കേട്ടോ. ബാക്ക് ഡോർ നോക്കി ഞങ്ങള് എന്താ അല്ലേ? ബാക്ക് ഡോറൊക്കെ സെയിം നമ്മളെ വലിയ ജീപ്പുകൾ തന്നെ. നിങ്ങൾ അത്രയും നോക്കിയിട്ടുണ്ടല്ലേ ഒരു ജീപ്പിന്റെ കാര്യങ്ങള്? ആദ്യത്തിന് ഇതുണ്ട്, ഇതിന് കരിയർ വെച്ചിട്ടില്ല. കരിയർ വെച്ചിട്ടില്ല. കരിയർ വേണ്ട, ഹെവിയാണ്. ഹെവിയാണ്. ഇത് സൈലൻസർ ഇത് ഏതാ? അതൊരു മറ്റേ റെഡിമെയ്ഡ് വരുന്ന. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എത്ര ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇരിക്കാതെ? ഗ്രൗണ്ട് നമുക്ക് ഒരാൾക്കുണ്ടല്ലോ കടന്നിട്ട് അതിൽ എന്ത് പണിയെടുക്കാം. എന്ത് പണിയെടുക്കാം? അത്രയും എന്ത് ക്ലിയറൻസ് നോക്കിയേ. 50 സെന്റിയോളം ഉണ്ട്. 50 സെന്റിയോളം ഉണ്ട് അല്ലേ? എന്തായാലും സെക്യൂർക്ക പെർഫോമൻസിന്റെ കാര്യം ഇപ്പൊ ഈ വീഡിയോ അല്ലാണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഏത് കുന്നും മലയും കയറുന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ച് അതിന് പ്രധാനമായിട്ട് ഒരു 3-4 ആൾക്കാർ വേണം. കുറച്ച് വെയിറ്റുള്ള ആൾക്കാരുണ്ടെങ്കിൽ കയറ്റം വളരെ സിമ്പിളായിട്ട് കയറും. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മൾ ജീപ്പിൽ കയറി പോവാട്ടാ. സെക്യൂർക്ക ഏത് കയറ്റം കയറില്ലത് നമുക്ക് നോക്കാം. നല്ല പൊരിഞ്ഞ ഓഫ് റോഡ്. അപ്പം നമ്മൾ ഈ കാണുന്ന ഈ പാറമടണ്ടല്ലോ, ഇത് കയറ്റാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം നടത്തി വെക്കാം. അപ്പം ഞാൻ ബാക്കിലോട്ടൊന്ന് കയറട്ടോ. കാരണം ലോഡ് ഉണ്ടെങ്കിലാണ് വണ്ടി സിമ്പിളായിട്ട് കയറുള്ളൂ. ബാക്ക് വശത്തേക്ക് കയറി ഒന്ന് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്
ഇതിപ്പോ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കണത് ഞാനാ തോന്നുന്നുണ്ട് ബാക്കിൽ തോന്നിയിട്ട്. പിന്നെ സംഗതി കയറുന്നിട്ടാ വെയിറ്റ് ഇല്ലാത്തൊരു പ്രശ്നം കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നിയുള്ളത്. വണ്ടി മൂവ് ആവുന്നുണ്ട്. ദന്തമാക്ക ഉഷാറ് കയറ്റാ. നോക്കി ഞങ്ങള് അടിപൊളി കയറ്റാണ്. ഈ കയറ്റത്തിൽ കൂടെ ഒക്കെ കുഞ്ഞ വണ്ടി കയറാന്ന് പറയുമ്പോൾ ഒരു അത്ഭുതം തന്നെ അല്ലേ. പെർഫോമൻസ് ലെവല് വേറെ. ഇത് കയറിയിട്ടില്ലെങ്കിലും ഒന്നും പറയാനില്ല. കാരണം ഇത്രക്ക് കയറിയില്ല വണ്ടി, ഇത്രക്ക് വാഹനം കയറിയില്ലേ. ആ പാറ ഉണ്ടോ അതൊക്കെ കയറി പോണം. ഇതൊക്കെ പൊങ്ങണ കേട്ടോ. എനിക്ക് വയ്യ. തെക്കിയർക്ക് ഫ്രണ്ട് പോയി ഇങ്ങോട്ട് മറിയില്ലല്ലോ. ഒന്നില്ലേ ദൈവമേ. അയ്യോ വല്ല വീഗലൻഡിൽ റൈഡിന് വന്ന പോലെ കേട്ടാ. അവിടെ കല്ലുണ്ട് അല്ലേ? ആ കല്ല് നോക്കണം. അയ്യോ അമ്മേ വലിയ കുറവില്ല. ആൾ ലേറ്റാ. ഓ ഇപ്പൊ എന്ത് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല നമ്മളിത് കയറ്റും. തൂങ്ങട്ടെ വെക്കിർക്കാം. അല്ല റിവേഴ്സ് എടുത്തിട്ട് അപ്പൊ ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഒന്നും കൂടി കയറ്റണം കേട്ടോ. ആ കല്ല് അതിൻ്റെ ഇടയിൽ പെട്ട കാരനാണ്. അപ്പൊ ഇത് സെന്റർ തട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ആ ടോപ്പത്തെ. ഇനി ഏതാ? ഇതാ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പൊ റെഡി ട്ടോ. പൊട്ട നമ്മുടെ വലിയ കീറിട്ടിട്ട് പോകേണ്ടി വരും. സംഗതിക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ആ പേടി മാറി. എന്താ അറിയോ, വണ്ടി തെമ്മ വണ്ടി കയറുന്നുണ്ട്. ആദ്യത്തെ പേടിയും ബേജാറൊക്കെ മാറി. അച്ചീവ് ചെയ്തിരിക്കുന്നു മക്കളെ. എവിടെ ക്ഷീണം? എന്താ പറയാ, എവിടെ ക്ഷീണം? ഒരു ക്ഷീണല്ലേ പൊളി. വണ്ടിക്ക് ഒരു ക്ഷീണല്ല കേട്ടോ. സാധനം പക്ക, രക്ഷയില്ല. ഏത് കയറ്റം കയറിപ്പോരും. ഇത് കുട്ടികളെ വണ്ടിയാണെന്നൊന്നും പറയില്ല കേട്ടാ. ഇത് കുട്ടികളെ വണ്ടിയൊന്നും പറയില്ല. ഇത് കുട്ടിക്കളിയല്ല മക്കളെ. സാധനം വേറെ ലെവല്. എന്താ പാട് വലി സംഗതി പൊളിട്ടാ. ആളുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കയറും അല്ലേ. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പെർഫോമൻസ് വേറെ ലെവൽ തന്നെയാണ്. ഞാൻ 2-3 പ്രാവശ്യം ഇത് പറയണേ. അപ്പോൾ നമ്മളെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ സക്കീർ ഖാന്റെ വലിയൊരു ആഗ്രഹമാണ് ആനന്ദ് മഹീന്ദ്ര ആള് ഒന്ന് വിളിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പം കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അല്ലേ. അപ്പം ഇതിൻ്റെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. ആളെ ആഗ്രഹം സാധിക്കട്ടെ. കാരണം ഇത്രയും എഫേർട്ട് എടുത്തിട്ടൊരു വാഹനം ഉണ്ടാക്കി. അപ്പോൾ സക്കീർക്ക് ഹിന്ദിയിൽ 2 വാക്ക് പറയട്ടെ. आनंद महिंद्रा सर कैसा है? अच्छा है सर। देखो आपका डिज़ाइन में, आपका गाड़ी का डिज़ाइन में मैं बनाया ये जीप है ना, महिंद्रा जीप। ऐसा सेम एक मिनिएचर बच्चों के लिए मैं बनाया। कैसा है? अच्छा है। अच्छा है तो मेरा का एक बार कॉल करो। मेरा आपका देखने के बहुत पसंद है। किधर से मैं आएगा मुश्किल नहीं। मेरा एक बार थोड़ा बात करने के लिए, ठीक है? कैसा है गाड़ी? अच्छा है। ഒരു കാര്യം കൂടി ഉണ്ട്, അതും കൂടി സക്കീർക്ക് പറയട്ടെ. ഏതായാലും ഇത്രയും പറഞ്ഞല്ലേ. എന്താ സക്കീർക്ക് വേറെ ഒന്നും കൂടി പറയാണ്ടല്ലോ? आनंद महिंद्रा सर मेरा एक रिक्वेस्ट है। देखो मैं अभी गाड़ी बनाया, लेकिन थोड़ा फ़र्क है। मान लो आप आके चेक करो, मुश्किल नहीं है। आप है तो मैं आपका साथ आएगा, मुश्किल नहीं। एक ऐसा वाला मिनी गाड़ी बना के भेजेगा, एक कंपनी स्टार्ट करेगा। आप कैसा है बताओ। मेरे पास आइडिया है, बाकी कुछ नहीं है। സക്കീർ ഖാന്റെ ആഗ്രഹമാണ് പറയുന്നത്. अच्छा क्वालिटी से बना के भेजेगा बच्चों लोग के लिए। मैं अकेला बना के भेज का फ़ायदा नहीं है। रोड में अलाउड नहीं मिलता है। आपका वो कंपनी है ना, महिंद्रा कंपनी, उसके लिए मैं पूछ रहा है। ഓക്കെ. അപ്പോൾ സക്കീർ ഖാൻ്റെ ഒരു ആഗ്രഹങ്ങളാണ് ഇപ്പോൾ ഈ 2 കാര്യം പറഞ്ഞത്. ഇത് അങ്ങോട്ട് എത്തണം എന്നുള്ളതിൻ്റെ പുറത്താണ് ഇപ്പോൾ ആൾ ഇത്ര എഫേർട്ട് എടുത്ത് ഹിന്ദിയിൽ വരെ സംസാരിച്ചിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സക്കീർക്ക് ഇത് എത്ര ദിവസം എടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ദിവസമാണോ മാസമാണോ? 6 മാസം.
6 മാസം. അതിപ്പോ സെക്യൂർക്ക് പറഞ്ഞ പോലെ വേറെ വർക്കിന്റെ ഇടയിലാണ് ചെയ്യുന്നത്. പണിക്കാരെയും കിട്ടി കഴിഞ്ഞാൽ ഒരു ചെറുക്കൊരു 1.5-2 മാസം കൊണ്ട് വണ്ടി ഇറക്കാൻ പറ്റും. ഇതേ കണ്ടീഷനിൽ എല്ലാം വർക്കിംഗ് കണ്ടീഷനിൽ ഇറക്കാൻ പറ്റും അല്ലേ? കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കുക അല്ലേ? നമ്പർ താഴെ കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സക്കീർ ഖാനെ വിളിച്ചു കഴിഞ്ഞാൽ സക്കീർ ഖാൻ എല്ലാവിധ സപ്പോർട്ടും ചെയ്യും. ചിലർക്കൊരു ആകെ മൂഡ് ഓഫ് ഫീലിംഗ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഹൈറ്റ് കുറവോ, അത് കാലിന് സുഖമില്ലാതെ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ അവർക്ക് വേണ്ടിയ രീതിയിൽ നമ്മൾ വണ്ടി അവർക്ക് അങ്ങനെ ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയും. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇതിനിപ്പോ നമുക്ക് ഒരാൾക്ക് നമ്മളിപ്പോ ഇതേപോലെ ഒരു വാഹനം വേണമെന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ചെലവ് വരും സക്കീർ ഖാൻ? ചിലവ് ഇപ്പോൾ ഇതിന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 ലക്ഷം റുപ്യേൻ്റെ പുറത്ത് ചിലവാ. 3 ലക്ഷം രൂപയുടെ പുറത്ത്. അതായത് നമ്മൾ നോർമൽ ഒരു ജീപ്പ് ഇപ്പോൾ സെക്കൻഡ്സ് കിട്ടുന്നതിനേക്കാളും നമുക്ക് ചിലവ് വരുന്നുണ്ട്. പക്ഷേ പക്കാണ് കേട്ടോ. ഒന്ന് പണിപ്പുരയിലാണ്, അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വരുത്തി. ഇപ്പോൾ ഇന്നും കുറേ പൈപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടിയിൽ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വന്നതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. എല്ലാവിധ ആശംസകളും നേരുന്നു. കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും ഞാനും സന്തോഷിക്കുന്നതുമായ വീഡിയോ ആയിട്ട് ഇനിയും കാണും വരെ സക്കീർ ഖാൻ. അപ്പോൾ ഇനി ഞാനൊന്ന് ഓടിച്ചോ. കാലം ആദ്യം ഇങ്ങനെ വെക്കണം നമ്മൾ സക്കീർ ഖാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇങ്ങനെ തലയിട്ടിട്ട് ഇങ്ങനെ കയറിയിരിക്കുക. സംഭവം പൊളിച്ചിട്ടാണ്.